ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ മോശമായ സ്ഥിതിയിലേക്ക് പോകുന്നു എന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകളേറെ. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ വളരെ ശ്രദ്ധാപൂർവമാണ് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ നോക്കിക്കണ്ടതും അതിനുള്ള മുന്നൊരുക്കം നടത്തിയതും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഈ ഇന്ത്യൻ അതിർത്തി, പ്രത്യേകിച്ച് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കുവെക്കുന്ന പശ്ചിമ ബംഗാൾ, ത്രിപുര, ആസാം, മേഘാലയ, മിസോറാം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ഇന്ത്യ സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയും കൂടുതൽ യൂണിറ്റുകളെ അങ്ങോട്ടേക്ക് അയക്കുകയുമൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അതിർത്തി സുരക്ഷിതമാക്കുകയാണ് ഇന്ത്യ ആദ്യം ചെയ്തത്. അതിനുശേഷമാണ് നിർണായകമായി ഇന്നലത്തെ ഒരു നീക്കം നടന്നത്. ധാക്കയിൽ നിന്ന് അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷേഖ് ഹസീനയും സഹോദരിയും കയറിയ വിമാനം ധാക്കയിൽ നിന്ന് പറന്ന് പൊങ്ങിയ ഉടൻ തന്നെ അതിനെ നിരീക്ഷിച്ചുകൊണ്ട് അതിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയും പെട്ടെന്ന് തന്നെ രംഗത്തെത്തി. C-130 AJ-AX 1413 എന്ന ഈ ഷേഖ് ഹസീന കയറിയ വിമാനം ട്രാക്ക് ചെയ്തുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിലെ ഹഷിമാരെ എയർബേസിൽ നിന്നും 101 സ്ക്വാഡ്രനിൽപ്പെടുന്ന 2 റഫേൽ വിമാനങ്ങൾ ബീഹാറിലും ജാർഖണ്ഡിന് മുകളിൽ വട്ടമിട്ട് പറന്നു. കാരണം ഈ വിമാനം അതിർത്തി കടന്നാൽ അവയ്ക്ക് വേണ്ട ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ് ഈ 2 റഫേൽ വിമാനങ്ങൾ ബീഹാറിൻ്റെയും ജാർഖണ്ഡിൻ്റെയും മുകളിൽ കൂടി പറന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ തത്സമയം അജിത് ഡോവലും വ്യോമസേനാ മേധാവികളും നിരീക്ഷിച്ചിരുന്നു. ഒടുവിൽ ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടി വളരെ സേഫായി തന്നെ ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് ഹിൻഡൻ എയർബേസിലേക്ക് ഈ ഷേഖ് ഹസീന ലാൻഡ് ചെയ്തു. അവിടെ അജിത് ഡോവൽ അവരെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. 1 മണിക്കൂറോളം ഇരുവരും കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് ഇവരെ സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റുകയും അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതുവരെ നടന്ന ഓപ്പറേഷൻ്റെ ആ വിവരം കൈമാറുകയും ചെയ്തു. കാരണം ഒരു രാജ്യത്തു നിന്ന് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാനായി ഒരു പ്രധാനമന്ത്രിയുടെ ശ്രമം, ആ പ്രധാനമന്ത്രിക്ക് ആകാശത്തും കരയിലും സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഇന്ത്യൻ സേന അവരെ സേഫായി ഇന്ത്യയിൽ ലാൻഡ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാനുള്ള അവസരം ഒരുക്കി. ഇനി ഷേഖ് ഹസീന എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ചർച്ചകൾ പലവഴിക്ക് നടക്കുന്നു. അവർ ലണ്ടനിൽ സെറ്റിൽ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഷേഖ് ഹസീനയുടെ സഹോദരി ലേബർ പാർട്ടിയുടെ ഒരു പ്രമുഖ നേതാവ് കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഷെയ്ഖ് ഹസീനയുടെ അടുത്ത നീക്കം എന്താണെന്നുള്ളത്. നിലവിൽ നമ്മളുടെ മന്ത്രാലയം കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ ഉണ്ടെന്ന് മാത്രമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.